അങ്ങനെ സ്വയം തിരുത്താൻ CPM തീരുമാനിച്ചു. അല്ല, പണ്ട് പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിൽ പറയാനുള്ള കാര്യം സ്വയം തിരുത്തൽ നമ്മൾ വിധേയരാകണമെന്നുള്ളതാണ്. അതെ. ഇപ്പോൾ തിരുത്താൻ പോകുന്നവനെ അപ്പം തന്നെ പാർട്ടി വിരുദ്ധനായി പ്രഖ്യാപിച്ച് തിരുത്താൻ പോയാൽ നമ്മളെ കുഞ്ഞികൃഷ്ണൻ്റെ അവസ്ഥ നമ്മൾ കണ്ടാണല്ലോ. അല്ല, അപ്പൊ അത്തരം കാര്യങ്ങൾ, അതായത് തിരുത്തൽ നടത്തുമ്പോൾ എല്ലാവർക്കും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം. അപ്പൊ ഈ വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് എന്താണെന്നറിയാമോ? അപ്പോൾ ഓരോ കമ്മിറ്റിയിലും ആ വിമർശനത്തിന് ഓരോ ബ്രാഞ്ച് കമ്മിറ്റിയിലാണെങ്കിലും ബ്രാഞ്ച് കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റി ഇങ്ങനെ പോകുന്നല്ലോ. അപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റിയിലെ വിമർശനം കേട്ട് മിനിറ്റ്സ് എഴുതാനിരിക്കുന്നത് ഏരിയ കമ്മിറ്റി എന്നുള്ളവരാണ്. ഏരിയ കമ്മിറ്റിയിലെ ബ്രാഞ്ച് കമ്മിറ്റിയിലെ ലോക്കൽ കമ്മിറ്റി എന്നുള്ളത്, ലോക്കൽ കമ്മിറ്റിയിലെ കേട്ട് വിലയിരുത്താനിരിക്കുന്നത് ഏരിയ കമ്മിറ്റിയിൽ. അപ്പം ഈ പറഞ്ഞ ബ്രാഞ്ചിലോട്ടും ചിലപ്പോൾ ഏരിയ കമ്മിറ്റി എന്നുള്ള ആളായിരിക്കും വന്ന് ഇത് ചെയ്യുക. അവരുടെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഉപരി കമ്മിറ്റി എന്നേ പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരിക്കുമ്പോൾ ഈ വന്നിരിക്കുന്ന നേതാക്കൾക്കെതിരെ ആയിരിക്കും ചിലപ്പോൾ ഈ വിമർശനം. ഇപ്പം ലോക്കൽ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഉപരി കമ്മിറ്റിയിൽ നിന്ന് ഏരിയ സെക്രട്ടറി വന്നിരിക്കും. ഈ ഇവിടുത്തെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിൽ നിന്ന് താങ്കൾ വഹിച്ച പങ്കിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇയാൾ കാണിച്ചു കൂട്ടിയ കുൽസിത പ്രവർത്തികൾ മുഴുവൻ ഈ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഒന്നൊന്നായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? അപ്പൊ അയാൾ എന്ത് ചെയ്യും? അയാൾ അത് മിനിറ്റ്സിൽ എഴുതൂല. അയാള് ബാക്കിയെല്ലാം എഴുതി വെച്ചിട്ട് ഇയാളുടെ ഭാഗം മാത്രം അയാൾ ഒഴിവാക്കി മേൽ കമ്മിറ്റിയിലേക്ക് ഇത് സമർപ്പിക്കും. അപ്പൊ സത്യത്തിൽ താഴെ പറഞ്ഞത് യഥാർത്ഥ വസ്തുതകളൊന്നും അറിയില്ല. അടിത്തട്ടിലെ വികാരം അപ്പൊ മുകളിലേക്ക് എത്തത്തില്ല. അപ്പോൾ അതൊരു വലിയ കൺസേൺ ആയിട്ട് മാറും. കാരണം ഇവരുടെ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്തും പറയാം. ഈ പാർട്ടി സിനിമയിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന് ദിനേശ് പീഡി വലിക്കുന്നത് പോലും നമ്മളെ പാർട്ടി ഉൾപാർട്ടി ജനാധിപത്യം ഉള്ളതുകൊണ്ടാണ്. എന്നാൽ വിമർശിക്കുമ്പോൾ സൂക്ഷിച്ചോളണം, അതെ, പുറത്തിറങ്ങി വിമർശിക്കാൻ പാടില്ല. പക്ഷെ ഉൾപാർട്ടി ജനാധിപത്യത്തിൽ വിമർശിച്ചാൽ പോലും ആ വിമർശിക്കുന്നവനെ വിഭാഗീയ പ്രവർത്തകനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് കുഞ്ഞികൃഷ്ണനെയും TK ഗോവിന്ദനെയും ഇവര് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ ആ പുറത്താക്കിയത് പണ്ട് ഗൗരിയമ്മ പുറത്തു പോയതുപോലെയോ MV രാഘവൻ പുറത്തു പോയതുപോലെ ആയില്ല. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പുറത്തു പോയി ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് ഇത് കിട്ടി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത രണ്ട് മനുഷ്യന്മാരെ MLA-മാരായി. അപ്പോൾ അന്നേരം പാർട്ടി പറയുന്നു അവരായിരുന്നു ശരിയെന്ന്. കാരണം അവര് പറഞ്ഞ ആശയം, അല്ലെ അവര് പറഞ്ഞ ഈ പാർട്ടിക്കെതിരെ പറഞ്ഞ തിരുത്തൽ നയം ഇപ്പൊ നമ്മുടെ സഖാക്കൾ ഏറ്റെടുത്തെങ്കിൽ, സാധാ വോട്ടർമാർ ഏറ്റെടുത്തെങ്കിൽ അവരാണ് ശരിയാണെന്ന് സമ്മതിക്കണമല്ലോ, സ്വാഭാവികമായി. പണ്ട് സമ്മതിക്കില്ലായിരുന്നില്ല. അതെ. അപ്പൊ അവരാണ് ശരിയെന്ന് വന്നപ്പോഴാണ് ഇപ്പം ചാടി കയറി ഒരു മാധ്യമങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണമല്ലോ. അങ്ങനെ പറയാൻ വേണ്ടി ഗോവിന്ദൻ പറഞ്ഞതാണ്, ഞങ്ങൾ ഉൾപാർട്ടി ഇത് വിമർശനങ്ങൾ അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അതിനിപ്പം മറമരുന്നുമായി ബേബി രംഗത്തെത്തിയിട്ടുണ്ട്. അതെ, അത് ഗംഭീര പരിപാടിയാണ്. ഒരു ലോക്കൽ കമ്മിറ്റിയിൽ ഇത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ അതിൻ്റെ മേൽനോട്ടത്തിന് വരുന്നയാൾ മറ്റൊരു എന്താണ് ഏരിയ കമ്മിറ്റിയിലെ ജില്ലാ കമ്മിറ്റിയിലുള്ള മറ്റൊരു സമിതിയിൽ അംഗമായിരിക്കണം എന്നുള്ളത്. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞങ്ങളുടെ അവിടുത്തെ നോക്കിയാൽ പത്തനംതിട്ട നോക്കുക, നമ്മളിപ്പോൾ കോഴഞ്ചേരി ഏരിയ കമ്മിറ്റി, പത്തനംതിട്ട ഏരിയ കമ്മിറ്റി, അങ്ങനെ കുറേ കാര്യം. ഇപ്പം പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ ചിലപ്പോൾ ഉപരി കമ്മിറ്റി എന്ന് പറഞ്ഞു വരുന്ന ഈ ജില്ലയ്ക്ക് വെളിയിൽ നിന്നുള്ള ആളായിരിക്കും. ഇപ്പൊ കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയോ അങ്ങനെയുള്ള ആളായിരിക്കും. അല്ലെങ്കിൽ തന്നെ തിരുവല്ല ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പത്തനംതിട്ട ഏരിയ കമ്മിറ്റിയിൽ മിനിറ്റ്സ് രേഖപ്പെടുത്തും. അങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാം വന്നുകൂടായില്ല. പക്ഷെ അങ്ങനെ വന്നെങ്കിൽ മാത്രമേ ഇവർ ഉദ്ദേശിച്ച ഫലം ഇതിന് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒരു വ്യക്തിക്കെതിരെ നടക്കുന്ന ഒരു വിമർശനം, പാർട്ടിക്കെതിരെ നടക്കുന്ന വിമർശനവും വ്യക്തിക്കെതിരെ നടക്കുന്ന വിമർശനവും രണ്ടാണ്. അപ്പൊ ഈ വ്യക്തി ഒരിക്കലും പാർട്ടിയല്ലല്ലോ, പാർട്ടി വ്യക്തിയുമല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന പറഞ്ഞാൽ എന്ത് പറ്റും? ഈ വ്യക്തിക്കെതിരെ വിമർശനം നടക്കുമ്പോൾ അതിനകത്ത് പാർട്ടിയെ പിടിച്ചിടാൻ പറ്റത്തില്ല. അല്ല, പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള നിങ്ങളുടെ ജില്ലയിൽ തന്നെ, പത്തനംതിട്ട ജില്ലയിലൊക്കെ തന്നെ പല സംഭവങ്ങളിലും പെട്ട പാർട്ടിയുടെ താഴ്ത്തിട്ടുള്ള നേതാക്കന്മാർ അപ്പോഴും പീഡനം തുടർന്ന കാര്യം ഇതായിരിക്കും. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല, ഇവർ കാണിച്ച പരാക്രമം എന്താണെന്നുള്ള പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടണ്ടേ? നമ്മുടെ കോൺഗ്രസിനകത്തെ പോലെ തന്നെ വിഭാഗീയത CPM-ലും ഉണ്ട്. പക്ഷേ അത് ഈ ഉൾപാർട്ടി ജനാധിപത്യത്തിനുള്ളിൽ നിൽക്കാതെ പുറത്തോട്ട് വരുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്. ഇപ്പം പിന്നെ ഇവരുടെ പരിപാടി എന്താണെന്ന് അറിയാം, ഇവരിപ്പം ഓരോ ഗ്യാങ്ങായിട്ട് തിരിഞ്ഞിട്ട് വാർത്ത കൊടുപ്പിക്കലാണ്. പണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. പണ്ട് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇപ്പം മനോരമയിലോട്ട് വിളിച്ച് വിഭാഗീയതയെ സംബന്ധിച്ചൊരു വാർത്ത ഇവരങ്ങ് കൊടുക്കും. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ചാനലുകാരെ വിളിച്ചിട്ട് എതിർ പാർട്ടിക്കെതിരെയുള്ള ഒരു സാധനം അങ്ങ് ഇവന്മാരൊക്കെ ഫിറ്റ് ചെയ്യും. ഇത് ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ എതിർ ഗ്രൂപ്പ് എന്ത് ചെയ്യും, വേറൊരു ചാനലുകാരെ പിടിച്ച് ഇവർക്കെതിരെ ഒരു സാധനം ഫിറ്റ് ചെയ്യും. യുവമാർ തമ്മിൽ അടിയും പിടിയും ബഹളവും ആകും. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ഇപ്പോൾ നിലവിൽ പിണറായി വിജയനോടുള്ള ഭയം ഇപ്പോഴും പാർട്ടി അണികളിൽ നിന്നും മാറിയിട്ടില്ല.
പാർട്ടി ഘടകങ്ങളിലും മാറിയിട്ടില്ല. ഇല്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പരസ്യ പ്രസ്താവനകൾ വരാത്തത്. പരസ്യ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലരൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് നമ്മൾ പുനർവിചിന്തനം ചെയ്യണം, അപ്പോഴും അവർ പിണറായി വിജയനെ തള്ളിപ്പറയുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിയാണ്. പിണറായി വിജയനെ തള്ളിപ്പറയുന്നത് ക്ഷീണിതനായാൽ പോലും അവർക്ക് ഇപ്പോഴും ഭയമുണ്ട്. അദ്ദേഹത്തെ ഭയമുണ്ട്. ഇനി ഏത് നിമിഷവും ഇത് തിരിച്ചു വരാമോ എന്ന്. ഈ ഏകാധിപതികൾക്കെതിരെയുള്ള ഭയം എന്ന് പറയുന്നത് അവർ മരിക്കുന്നിടം വരെ ഈ അണികളുടെ ഉള്ളിലുണ്ടാവും, പ്രവർത്തകരുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ ഈ കൊച്ചിയിലെ ശക്തൻ തമ്പുരാനെ കുറിച്ചൊരു കഥയുണ്ട്, പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഈ ശക്തൻ തമ്പുരാൻ അറിയാലോ, ആദ്യം കർക്കശക്കാരനായിരുന്നു അദ്ദേഹം, വളരെ പേര് പോലെ ശക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം അവസാനം പ്രായാധിക്യമായി രോഗബാധിതനെ അദ്ദേഹം കുറച്ച് അവശ നിലയിലായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആവേണ്ട അനന്തരവനെ മറ്റായിരിക്കും വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് ചക്ക കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ചക്ക എന്ന് കഴിക്കണമെന്ന്. ചക്കക്കാലം അല്ലേ അത്, അപ്പോൾ അത് ഇവിടുത്തെ ചക്ക വേണം, ചക്ക കറി വയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് എത്രയും വേഗം അത് കഴിക്കണമെന്ന്, ചക്കക്കറി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് നീ പെട്ടെന്ന് അത് ശരിയാക്കാൻ പറയുന്നു. അനന്തരവൻ ഉത്തരവിടുന്നു മറ്റേ അവിടുത്തെ ജീവനക്കാരെടുത്ത്. അവർ പിറ്റേന്നൊന്ന് പറയുന്നു, തിരുമേനി ഇവിടെ അങ്ങ് ചക്ക ഇല്ലാത്ത കാലത്ത് ചക്ക വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്ന് കൊണ്ടുവരാൻ, ചക്കയില്ല, ശരിയെന്ന് പറഞ്ഞു. ആ പോയമാരെയും വിളിച്ചുകൊണ്ടിരാൻ പറഞ്ഞു ഈ അവശനായിരിക്കുന്ന ശക്തൻ തമ്പുരാൻ. എന്നിട്ട് പറഞ്ഞു വന്നു, അടുത്ത ദിവസം ഇവിടെ ഒരു സദ്യയുണ്ട്, അതിന് ചക്കത്തോരനും ചക്കക്കറിയും ചക്കപ്രഥമനും വയ്ക്കേണ്ടതുണ്ട്, അപ്പോൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. പറഞ്ഞ ദിവസം അവിടുത്തെ ഉച്ചഭക്ഷണത്തിന് ചക്കത്തോരൻ, അതായത് ചെറിയ ചക്ക, ചക്കക്കറി വയ്ക്കാൻ പറ്റി വിളഞ്ഞ ചക്ക, ചക്കപ്പഴം, അതുകൊണ്ട് ചക്കപ്പായസം, 3 ഉണ്ടായിരുന്നു എന്നാണ് എന്ന് പറഞ്ഞ പോലെ എന്നിട്ട് ഇയാൾ ചോദിച്ചു അനന്തരവൻ്റെ അടുത്ത്, ഒരു കൂടെയുള്ള ഭൃത്യന്മാരെ കൊണ്ട് ഒരു ചക്ക കൊണ്ടുവരാൻ പോലും വരുത്തിക്കാൻ കഴിയാത്ത നീയാണോ നാളെ രാജ്യം ഭരിക്കാൻ പോണെന്ന് ചോദിച്ചു എന്നാണ്. അതാണ് ആൾക്ക് ഭയം ഉണ്ടപ്പോൾ. അതിന്റെ ഒരു വേറെ പതിപ്പാണ് ഇവിടെ. അതിപ്പോ നമ്മളെല്ലാവരും സംഭവം ശരിയാണ്. ഇപ്പൊ നമ്മൾ പറയുന്നു പിണറായി വിജയനെതിരെ ഒരു വലിയ പാർട്ടിക്കുള്ളിൽ വലിയ രോഷമുണ്ട്, ഘടകകക്ഷികൾക്കിടയിൽ രോഷമുണ്ട്. ഇപ്പം കേരള കോൺഗ്രസ് പിണറായി വിജയനെ എല്ലായിടത്തും വിമർശിക്കുകയാണ്. അതെ, കാരണം നമ്മൾ ഇതിനിടയ്ക്ക് ശ്രദ്ധിക്കാൻ വരുന്നു, വഴിയാധാരമായി എവിടെ ചെന്ന് ചേരാൻ പറ്റും. പോയാൽ അവർക്ക് സ്ഥാനമില്ല. കേരള കോൺഗ്രസ് ഗതി വന്നല്ലോ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാണ് ഈ കേരളത്തിലെ ഏറ്റവും ശക്തമായ കേരള ക്രൈസ്തവരുടെ പാർട്ടിയായിരുന്നു കാരണം മാനസാറിന്റെ ലെഗസി എന്ന് പറയുമ്പോൾ അതൊന്നും വേറെയാണ്, ഇതെല്ലാം പോയി കിട്ടി. അപ്പൊ അവര് ഉദ്ദേശിക്കുന്നത് ഇതിന് കാരണക്കാരൻ പിണറായി വിജയനാണെന്നാണ് അവർ പറയുന്നത്. CPI പറയുന്നത് അതാണ്. ബാക്കി ഒറ്റ സീറ്റ് ഉണ്ടായിരുന്നവർക്കെല്ലാം പോയി, എല്ലാവർക്കും കാരണക്കാരൻ പിണറായി വിജയനാണ്. പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും ചിരിച്ചു പറഞ്ഞ് നടക്കുന്നത് എന്താണ്, എന്റെ കുഴപ്പമില്ല, മറ്റെന്തോ കാര്യമായ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. ഇതൊരു ആഗോള പ്രതിഭാസമാണെന്നോ മറ്റോ പറയാം. മുതലാളിത്ത ശക്തികൾ ഒന്നിച്ച് നിന്ന് എന്നെ മറുവശത്ത് നേരിട്ടാണെന്ന് പറയാം. എന്താണെങ്കിലും ശരി, ഈ പറയുന്ന പിന്നെ പിണറായി വിജയനെതിരെ വിമർശനം ഉണ്ടാകുന്നു. ഇനിയിപ്പം പിണറായി വിജയൻ ഒഴിവായി എന്ന് കരുതുക. അദ്ദേഹം ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിയില്ല, പ്രതിപക്ഷ നേതാവാകുന്നില്ല, പാർട്ടി സ്ഥാനങ്ങളില്ല, വിശ്രമ ജീവിതം വിധിക്കുന്നു. പിണറായി വിജയന് വിശ്രമ ജീവിതം വിധിക്കുന്നു. പിന്നെ ഇവിടെ ഈ പാർട്ടിയുടെ ഗതി എന്താ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഇനി ആരെ നയിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ തീരുമാനമൊക്കെ തന്നെ ബേബി സഹാവ് എടുത്തതായിരിക്കാനാണ് സാധ്യത. കാരണം അദ്ദേഹം പാർട്ടിയിൽ കുറേശ്ശെ പിടിമുറുക്കും. ഇത്രയും നാൾ കേരളത്തിലെ AK സെൻട്രൽ ഉദ്ഘാടനത്തിന് പോലും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് പാർട്ടി ജനറൽ സെക്രട്ടറി ദൂരം മാറ്റി നിർത്തിയിരുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇനിയെങ്കിലും കയറി അധികാരം പിടിച്ചില്ലെങ്കിൽ ഈ MAYക്ക് പാർട്ടിക്കകത്ത് ഒരു വിലയും കാണില്ലെന്ന് അറിയുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ബോഡി ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലായില്ലേ എന്താണ് അദ്ദേഹം പറയുന്നത്? എല്ലാം പാർട്ടി സെക്രട്ടറി, ഞാൻ എല്ലാം കൊണ്ട് അടിയറ വെച്ച് കഴിഞ്ഞു, ഇനി ഞാനൊരു നേതാവേ അല്ല, എല്ലാം അദ്ദേഹം. കുറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ പിണറായി വിജയൻ ഇത്രയും വിനയാന്വിതനായിട്ട് നമ്മളെ കണ്ടത്. കടക്ക് പുറത്ത് പണ്ട് ഓർമ്മയുണ്ടോ, കേരള ഹൗസിൽ പടിയിറങ്ങിയ പാടത്തിന്റെ ജീവനക്കാരൻ ഇതുവരെ വരട്ടുന്നത്. അതെ, എന്തോ അയാളെന്തോ ഇദ്ദേഹത്തിനെതിരെ പറഞ്ഞു വന്നാ ചാനലുകാർക്ക് വാർത്ത കൊടുക്കുന്ന അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് ചൂടാവുന്ന കണ്ടില്ലേ. അല്ലാതെ ഈ ബൈക്കും കൊണ്ട് ചെന്നപ്പോ പുള്ളി പറഞ്ഞ ഡയലോഗാണ്, മാറി നിൽക്കാൻ അങ്ങോട്ട്, ഒറ്റ വാക്കേ പറയത്തുള്ളൂ, അത്രേ ഉള്ളൂ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി കൂടുതലായിട്ടൊന്നും സംസാരില്ല, കടക്ക് പുറത്ത് വേറെ ഒന്നും പറഞ്ഞില്ല. അത്രയും പറഞ്ഞിട്ട് പുള്ളി ഒരു പോക്കാണ്. അത് തന്നെയാണ് കോന്നിയിൽ സംഭവിച്ചത്. ഒരാൾ വന്ന് സഖാവെ ഒരു ചോദ്യം എന്ന് ചോദിച്ചപ്പം വീട്ടിൽ പോയി ചോദിക്കുക. സ്വാഭാവികമായിട്ട് ഈ പ്രസംഗത്തിന്റെ കൂടെ ഉള്ളതാണെന്ന് നമ്മൾ വിചാരിക്കും. എന്നിട്ട് പുള്ളി പ്രസംഗം തുടർന്നുകൊണ്ടേയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ശരി, അദ്ദേഹത്തെ പോലെ ഒരാളെ ഇനിയും CPM-ന് ഇവിടെ കിട്ടില്ല. കാരണം അദ്ദേഹം ഭയപ്പെടുത്തിയാണ് അണികളെ കൂടെ നിർത്തിയത്. ഒക്കെ ശരിയാണ്. പക്ഷെ പിണറായിസം അസ്തമിക്കുന്നു. അതോടെ ഈ പാർട്ടിയുടെ ഗതികേട് തുടങ്ങുന്നു. ഇവിടെ ഇപ്പോൾ വളക്കൂർ BJPക്ക് വളക്കൂറായി മാറാൻ പറ്റിയ ഒരു കാലാവസ്ഥയിലേക്ക് അവർ CPM ചെയ്യുമ്പോൾ അവിടെ അത് BJPക്ക് എന്താണെങ്കിലും ഈ തെറ്റ് തിരുത്താനും അണികളുടെ അഭിപ്രായത്തെ വിഭാഗീയതയായിട്ട് കാണാതെ അഭിപ്രായമായി, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാന പോയിന്റ്. അണികളുടെ അഭിപ്രായത്തെ വിഭാഗീയതയായിട്ട് വിലയിരുത്തതാണ് ഞങ്ങൾക്ക് പിഴച്ചതെന്ന് ഇവർക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ കുഞ്ഞികൃഷ്ണൻ ആയിക്കോട്ടെ, G. സുധാകരൻ ആയിക്കോട്ടെ,
മറ്റേ TK ഗോവിന്ദനായിക്കോട്ടെ, അവർ പറഞ്ഞപ്പോൾ അവരെ വിഭാഗീയതയുടെ മറ്റു വക്താക്കൾ. രാഷ്ട്രീയ പാർട്ടികളെ പോലെ എനിക്ക് സീറ്റ് തരുമെന്ന് പറഞ്ഞല്ല അവർ പ്രശ്നം ഉണ്ടാക്കിയത്. അതെ, ഇവിടെ നടക്കുന്നത് ശരിയല്ല, ഇത് തിരുത്തണമെന്നാണ് ആവശ്യപ്പെട്ടവരെല്ലാവരും. അത്രേ ഉള്ളൂ. അതിപ്പോഴത്തെ എല്ലാ പാർട്ടി അണികളും പറയുന്നുമുണ്ട്. അതെ, അണികൾ ആ അണികൾ ഇവർ പറഞ്ഞതാണ് സത്യം എന്ന് അവർ വിശ്വസിച്ചു. അപ്പോൾ എന്തായാലും പ്രാക്കുളം സഖാവ് വലിയൊരു മാറ്റത്തിന് ഒരുങ്ങുകയാണ്. നന്നായി, അത് കൊള്ളാം. കാരണം നമ്മളിവിടെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നന്നായിരിക്കണം എന്നാണ് നമ്മളെല്ലാവരുടെ അല്ല, ആഗ്രഹം. അപ്പോൾ വലിയൊരു സംഭവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ പ്രാക്കുളം സഖാവിനെതിരെ വന്ന വിമർശനം ഉന്നയിക്കാൻ വന്ന ആളെ പ്രാക്കുളം സഖാവ് പുറത്താക്കിയെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട്. അതാണ് പോരാളി ഷാജിയുടെയൊക്കെ പോസ്റ്റുകളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വന്ന ആൾക്കാരെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് പോലും കയറാൻ അനുവദിച്ചില്ല. അതെ അതെ അതെ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, MA ബേബിയുടെയും MV ഗോവിന്ദൻ്റെയും ഈ സംഘടിത നീക്കം, അതായത് പാർട്ടിക്കുള്ളിൽ ജനാധിപത്യം കൊണ്ടുവന്ന് പാർട്ടിക്കുള്ളിലെ നയരാഹിത്യം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വിട്ടുപോയിട്ടുള്ള പറ്റിയ അബദ്ധങ്ങൾ തിരുത്തൽ നയം കൊണ്ടുവരികയാണ്. അത് ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. എന്തായാലും ഈ മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് സഹാക്കളെ സന്ദേശ സിനിമയിൽ ആ രംഗം ഒന്നുകൂടെ കണ്ടിട്ട് വേണം. അല്ല, വേറെ ദിനേശ് വീഡിയോ വരയ്ക്കുന്നത് ശരി, എന്നെ വിമർശനം ഉന്നയിച്ചാൽ അറിയാമല്ലോ എന്ന് പറയുമല്ലോ. അല്ല, ഈ പിണറായിക്കെതിരെ എന്തൊക്കെ വിമർശനങ്ങളാവും വരിക എന്നുള്ളതാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ആയിരിക്കും ഇവർ പറയാൻ പോവുക. എന്തായാലും CPM ഒരു വലിയ തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്ത, CPMന് വലിയൊരു തിരിച്ചറിവ് ഉണ്ടാക്കി കൊടുത്ത പിണറായി വിജയനെ നമ്മൾ യഥാർത്ഥ കാരണഭൂതനായി വിശേഷിപ്പിക്കുന്നു.